ഫ്രഷ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അഗ്നിപരീക്ഷ റിവ്യൂയിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ വരാൻ പോകുന്ന അഗ്നിപരീക്ഷയിലെ 4 പേര് ഇന്ന് വീണ്ടും ഔട്ടായിരിക്കുകയാണ്. ആ കഥയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ രഞ്ജിനി ഹരിദാസിനോട് ഒരു വ്യക്തി കാറിലിരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യവും രഞ്ജിനി ഹരിദാസ് തിരിച്ചു പറയുന്ന മറുപടിയും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ സാധാരണക്കാരെ കയറ്റെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വന്ന ആൾക്കാരൊന്നും അങ്ങനെ സാധാരണക്കാരല്ല, എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള. സാധാരണ എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്? അത് കമന്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരനായ ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ചേച്ചിമാര്. രാകേഷ് ഒരു കാർപെന്റർ ആണ്. ഓക്കെ, അവിടെ നേഴ്സ് എന്ന് പറഞ്ഞ ഏതൊരു കുട്ടി നേഴ്സാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. എന്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാരൊന്നും അല്ല, ടീം സെലക്ട് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് 40 ആൾക്കാരെ എത്തിച്ചു തന്നേ ഉള്ളൂ. ഈ വളരെ താഴെ കിടക്കുന്ന വളരെ സാധാരണക്കാരെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ, അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് കുടുംബം നടത്താൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ഒരു മാസം നിൽക്കാൻ പറ്റും, ദിവസം ജോലിക്ക് പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ബിക്കോസ് അവരൊരു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഇവർ കാശ് കൊണ്ടാക്കി ഇതൊരു എന്റർടൈൻമെന്റ്. ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞത് അതൊരു ലക്ഷറി അല്ലേ? നമ്മൾ കാശ് ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ തന്നെ നോക്കി നമ്മളൊരു നോർമൽ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു സത്യാവസ്ഥയല്ലേ? ഓക്കെ, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ഈ ആട് മേയ്ക്കാൻ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കോ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ? അത്രയും സമയം അവർക്ക് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റില്ലല്ലേ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ബിഗ് ബോസിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ശബ്ദം ഉയർത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടാവും. കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടന്മാരുണ്ടാവും. കോമണേഴ്സ് ഉണ്ടാവും ഒരുപാട്. അതൊക്കെയാണ് കോമണേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരുപാട് പേരെ കോമണേഴ്സ് ആയിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഒളിച്ചിരിക്കുന്നുണ്ട്. ടാസ്ക് ഒന്നും ചെയ്യാതെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര്. അപ്പോൾ അവരെയൊക്കെ തൂക്കി എറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. ഓക്കെ, ആദ്യം തന്നെ റനീഷയും രഞ്ജിനിയുമായിട്ടുള്ള സംഭാഷണം തുടങ്ങി നമ്മുടെ സ്റ്റോറി ലൈനിലോട്ട് വരികയാണ്. ഇന്ന് എല്ലാ മത്സരാർത്ഥികളും 28 മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. ആ 28 മത്സരാർത്ഥികളിൽ നിന്ന് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഓരോ ടീം വെച്ച് വരുന്നു. അതിനുശേഷം റനീഷ മാസ്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജസ് 2 പേരും ചോദിച്ചില്ല എത്ര മാസ്ക് ജഡ്ജസ് 3 പേരുണ്ട്. 3 പേരും ചോദിച്ചില്ല എത്ര മാസ്ക് കയ്യിലെന്ന് ചോദിക്കാതിരിക്കുക അവരുടേതായിട്ടുള്ള ഇഷ്ടം. അതൊക്കെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. ആൻഡ് ഭയങ്കര അഭിനയം കേട്ടോ, ഭയങ്കര അഭിനയം. അതായത് ഈ മാസ്ക് കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് ഈ മാസ്ക് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അപ്പം നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം മൂടി അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്ക് എന്ന് പറയുന്നു. എന്നിട്ട് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ 2 ആൾക്കാർ എവിടെ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ അയ്യോ ഇതെന്താ ഇവർ 2 പേരും എൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ടായിരുന്നോ അയ്യോ എന്നുള്ള രീതിയിൽ റനീഷ ഭയങ്കരമായിട്ട് ചീഞ്ഞ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അത് സ്ക്രിപ്റ്റ് വൈസ് അവരവിടെയാണ് നിൽക്കുന്നത്. എന്നിട്ടും നമ്മുടെ റനീഷ അഭിനയിച്ചങ്ങ് മുഴുകുകയാണ്. അതിനുശേഷം ഇൻഫിനിറ്റി പെൻഡൻ്റുള്ള ആൾക്കാർക്ക് ഓരോ പവർ കൊടുക്കുകയാണ്. ആ പവർ കൊടുത്തതിന് ശേഷം ആ പവറൊക്കെ എന്തോന്ന് പറയുക അത് കുറച്ച് കഴിയുമ്പോൾ പറയാം. ആൻഡ് അതിനുശേഷം ഓരോ ആൾക്കാർക്കും ഓരോ സീറ്റിൽ പോയിരിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് അഖിൽമാരാറിൻ്റെ മുഖംമൂടി വെച്ച മാസ്ക് വെച്ചിട്ടുള്ള കസേരകൾ, റനീഷയുടെ മാസ്ക് വെച്ചിട്ടുള്ള കസേരകൾ, റിയാസിൻ്റെ മാസ്ക് വെച്ചിട്ടുള്ള കസേരകൾ, നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ മാസ്ക് വെച്ചിട്ടുള്ള കസേരകൾ, എല്ലാ കസേരകളിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനായിട്ട് ആദ്യം പറയുന്നു. തനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ ടീമിലോട്ട് പോയി ഇരിക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം ഇൻഫിനിറ്റി പെൻഡന്റ് കയ്യിലുള്ള ആൾക്ക് വേണമെങ്കിൽ തനിക്ക് ഇപ്പോൾ അഖിൽമാരാറാണെങ്കിൽ തനിക്ക് അഖിൽമാരാറിൻ്റെ റനീഷയുടെ സീറ്റ് 2 ചെയർ ഒഴിവുണ്ടായിരുന്നു. സോ തനിക്ക് അഖിൽമാരാർ വേണമെങ്കിൽ അഖിൽമാരാരുടേത് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ പറയുന്ന ആളെ തിരിച്ച് റനീഷയിലോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആദ്യം കുറച്ച് പോയതിന് ശേഷം എങ്ങനെയൊക്കെയോ ടാസ്ക് തുടങ്ങാറായിട്ട് പോയി. പക്ഷെ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഇമോഷണലി അങ്ങ് പിടിച്ച് നമ്മുടെ ഓഡിയൻസിനെ ഇരുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ആ ടാസ്ക് എടുത്തത്. പക്ഷേ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഒരു ടാസ്ക് ഇത് തന്നെ ആയി പോകുമോ, ഇന്ന് ഫുള്ള് സെൻറ്റിമെൻറ്റിലും കരച്ചിലും ഒക്കെ ആയി പോകുമോ എന്നുള്ള പേടി സത്യം പറഞ്ഞാലുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്കുണ്ടാവോ ഉണ്ടാവണ്ട.
കുറച്ച് ആൾക്കാരെ മാത്രമേ ശരിക്കും എന്താണ് പറയുന്നുള്ളൂ. ആദ്യം തന്നെ ലോലീറ്റയെ വിളിച്ചിട്ട് ആദ്യം മുത്തശ്ശനുമാണ് പറഞ്ഞത്. സോ ആ സമയത്ത് എന്തോ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടോ. കാരണം എൻ്റെ അമ്മ അപ്പൻ എനിക്കും ഭയങ്കര ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പനായിരുന്നു, അമ്മ എപ്പോഴും ആണ്. സോ അവരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആ ലോലിറ്റയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സോ കുട്ടിക്കാലത്ത് ലോലിറ്റ 19 വയസ്സിലായിട്ടുള്ളൂ. സോ ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട് കുട്ടിക്ക്. തൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നി, എന്തോ ഒരു ഭയങ്കരമായിട്ട് റിയാലിറ്റി ആയിട്ടുള്ള കുട്ടിയായിട്ട് തോന്നി ലോലിറ്റ. ആൻഡ് അതിനുശേഷം വന്നത് ഷാമോൻ, ലൈക്ക് അതായത് ആ പേര് ഞാൻ വിട്ടുപോയി. പുള്ളിക്കാരൻ സമയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആംബുലൻസ് ഡ്രൈവറാണ്. അങ്ങനെ പുള്ളിക്കാരൻ ആംബുലൻസ് സമയത്തുണ്ടായ ഒരു കഥ പറഞ്ഞായിരുന്നു. കഥ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. പുള്ളി ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചിന് വയ്യാണ്ടാവുകയും ശ്വാസം ഇല്ലാതാവുകയും ആ കുട്ടിയെ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓട്ടോയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇടുക്കി വഴിയൊക്കെ എങ്ങനെയുള്ള വഴിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇടുക്കി എംഎൽഎമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും അരമണിക്കൂറാവും അവിടെ എത്താനായിട്ട്. പക്ഷേ 5-10 മിനിറ്റ് കൊണ്ട് ആംബുലൻസിൽ ഇദ്ദേഹം ഓടി ആ കൊച്ചിനെ കൊണ്ട് സമയത്തിന് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ജീവൻ രക്ഷിക്കാനായി എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുടെ ആംബുലൻസ് എനിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ട്രോമ തരുന്നതാണ് ആംബുലൻസ്. ഞാനും ആംബുലൻസിൽ കയറിയിട്ടുണ്ട്. ജീവനെ തുടിച്ച് കിടന്നിരുന്ന ഒരു സമയം എനിക്കല്ല, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക്, ആരും ഞാൻ പറയുന്നില്ല, ജീവൻ തുടിച്ച് കിടക്കുന്ന ഒരു സമയത്ത് ഞാനും ആ ആംബുലൻസിൻ്റെ അകത്തുണ്ടായിരുന്നു. ആംബുലൻസ് എത്തി, ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. നൈബേഴ്സാണ് ആംബുലൻസിന് വിളിക്കുകയും പൈസ കൊടുത്തതും അവർ തന്നെയാണ്. എൻ്റെ ആംബുലൻസ് വന്ന് കൊണ്ടാക്കുകയും ഒരു 10 മിനിറ്റ് താമസിച്ചു പോയി കഴിഞ്ഞാൽ രക്തം ഫുള്ള് പോയി ആൾ മരിച്ചു പോയെന്നായിരുന്നു എന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ആംബുലൻസ് ഡ്രൈവറിന് ഇന്നും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പുള്ളി ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രഷറും എല്ലാം ആ വ്യക്തിക്കുണ്ട്. സോ അതുപോലെ ആ ഒരു കൊച്ചു കുഞ്ഞായതുകൊണ്ട് തന്നെ അതേ കൊച്ചു കുഞ്ഞിൻ്റെ അതുപോലൊരു കൊച്ചു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോറി, ഞാൻ കാര്യത്തിലോട്ട് മടങ്ങി വരാം. പക്ഷെ അഖിൽ മരാറിന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അഖിൽ മരാർ ആ സമയം തൻ്റെ ഒരു എക്സ്പീരിയൻസിനെ വച്ചിട്ടല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പറയാമായിരുന്നു എന്നുള്ള രീതിയിൽ അഖിൽ മരാർ തിരിച്ചതിനെ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അഖിൽ മരാർ അങ്ങനെ പറയണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഷിബിനെ വിളിച്ചിട്ട് സൗന്ദര്യമോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. സോ ഷിബിന എന്ന് പറയുന്ന കുട്ടി കണ്ണൂർക്കാരിയാണ്. ഷിബിന പറയുന്നത് പോലെ തന്നെ കറുത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ കറുത്ത നിറമുള്ള പെൺകുട്ടികളെ, ബ്രൗൺ നിറമുള്ള പെൺകുട്ടികളെ പൊതുവെ എല്ലാവർക്കും ഒരു അരോചകമായിട്ടാണ്. പെണ്ണായാലും വെളുത്തിരിക്കണം, നല്ല മുടി വേണം, നല്ല കണ്ണഴക് വേണം എന്നുള്ള കാര്യങ്ങൾ പണ്ട് തൊട്ടേ കേട്ട് വളർന്നിട്ടുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ നാട്ടുകാർ. സോ നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട പെൺകുട്ടികൾ ഒരുപാട് പേരാണ്. കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തൻ്റെ അടി വണ്ണമുള്ളതാണെങ്കിൽ തടിച്ചി അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ കുട്ടി സൂപ്പറായിട്ട് പറഞ്ഞു. ആ കുട്ടി ഇപ്പം മോഡലാണ്. മോഡലാവാൻ ആഗ്രഹിച്ച മുംബൈയിൽ ഇപ്പം ഭയങ്കരമായിട്ട് വലിയൊരു മോഡലാണ്. എല്ലാവർക്കും ഓരോ ഇതുണ്ടാവും, ഓരോ കഴിവുകളുണ്ടാവും, ഓരോ നെഗറ്റീവ് ഉണ്ടായിരിക്കും, ഓരോ പോസിറ്റീവ് ഉണ്ടായിരിക്കും. ഷിബിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ ട്രിഗർ ആക്കാൻ ചെറിയൊരു കാര്യം മതി. അത് 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ആ കുട്ടി അത് പറയുന്നു, ആ കുട്ടി അത് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് തോന്നി. കാരണം തൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരോടൊക്കെ ഇപ്പോൾ താൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മോഡലാണ് എന്ന് പറയുന്നതിൽ ഹെഡ്സ് ഓഫ് ഷിബിന. അതിൻ്റെ അവസാനം ജെറ്റി ഒരു നേഴ്സാണ്. ജെറ്റിയുടെ കാര്യങ്ങളൊക്കെ ജെറ്റി പറഞ്ഞ ആ ഒരു സമയത്ത് എന്തോ എല്ലാവർക്കും ഇമോഷണലായിട്ട് തോന്നും. പക്ഷേ എനിക്കത് ഇമോഷണലായിട്ട് തോന്നിയില്ല. ഒരു നേഴ്സ് തൻ്റെ അമ്മ വയ്യാതെ കിടക്കുകയും അമ്മയെ നോക്കണോ പേഷ്യൻറ്റിനെ നോക്കണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ബോറായിട്ട് തോന്നി. പ്രസൻറ്റ് ചെയ്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ 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 ബോറായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് എനിക്ക് നേരെ അത്ര ഇതായിട്ട് തോന്നിയില്ല. അവർ അമ്മയ്ക്ക് വയ്യാതെ ഇറങ്ങുന്ന സമയത്ത് ഒരേ സമയം ആൾക്കാരെ നോക്കണോ അമ്മയെ നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു എന്നുള്ള രീതിയിൽ ജെറ്റി പറഞ്ഞു.
വേറെ ആരൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഓർമ്മയിൽ വന്ന, വെളുപ്പിന് 12 മണിക്ക് കണ്ടതാണേ, പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ആൾക്കാരെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. വേറെ ആരൊക്കെ പറഞ്ഞല്ലോ? രാകേഷ്. യെസ്, രാകേഷ് പറഞ്ഞു. രാകേഷ് ചേട്ടൻ സൂപ്പർ ആട്ടോ. രാകേഷ് ചേട്ടൻ മിക്കവാറും ടോപ്പ് 10 ലിസ്റ്റിൽ വരും. ടോപ്പ് 10 ലിസ്റ്റിൽ വരും. നിങ്ങളുടെ ടോപ്പ് 10 ലിസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തേക്കണേ താഴെ. ടോപ്പ് 10 ലിസ്റ്റിൽ എന്തായാലും രാകേഷ് ചേട്ടൻ വരും. രാകേഷ് ചേട്ടൻ്റെ പറയുന്നത് പറഞ്ഞാൽ കുടുംബമാണ് രാകേഷ് ചേട്ടൻ്റെ പറഞ്ഞത്. രാകേഷ് ചേട്ടൻ്റെ കുടുംബം എന്ന് പറയുന്നത് അത്രയും കിട്ടില്ല, ഒരു വൈബുള്ള, എന്താണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് എല്ലാം കോമഡി ആയിട്ടുള്ള ഒരു കുടുംബമാണ്. കുടുംബത്തിലാണ് രാകേഷ് ചേട്ടൻ ജനിച്ചത് കേട്ടോ. അതായത് ആ രീതിയിലുള്ള ഒരു വൈബ്, തൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എന്ത് പ്രശ്നമില്ല, ആഹാരം കഴിക്കാനില്ലെങ്കിൽ പോലും ആ ഒരു വൈബ്, ആ ഒരു കോമഡി ആയിട്ടുള്ള ആ ഒരു രീതി. രജനി ചേച്ചിയൊക്കെ പറയുന്നുണ്ട്, ചേച്ചി വീട്ടിലോട്ട് ദിവസം വാ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമലി കേട്ടോ പാവപ്പെട്ട ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും പാവപ്പെട്ട ഒരു വീട്ടിലൊരു വ്യക്തിയാണ്. സോ പാവപ്പെട്ട വീട്ടിലുള്ള ആൾക്കാരുടെയും അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതിൽ ലോലീറ്റ ഓക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവം, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷനായിട്ട് തോന്നാം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഒരാളെ പറയാൻ വിട്ടുപോയി. അയ്യോ, അതാണ് പറയേണ്ടിയിരുന്നത്. ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു ചെറിയൊരു ഫെമിനിൻ ടച്ചുള്ളൊരു വ്യക്തിയാണ്. അപ്പം അപമാനം എന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കളിയാക്കൽ എന്ന ടോപ്പിക്കാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹം ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു ഫെമിനിൻ ടച്ചുണ്ട്, സംസാരിക്കുന്നതിലായാലും നടത്തുന്നതിനായാലും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കളിയാക്കുന്ന രീതി, കളിയാക്കുന്ന ആൾക്കാരെ എങ്ങനെ അത് ഫേസ് ചെയ്യും, ഏത് രീതിയിൽ ഫേസ് ചെയ്യും. ആൺകുട്ടികളെടുത്തിരിക്കുമ്പോൾ ആൺകുട്ടികൾ പറയും നീ ഇവിടെ അല്ല, നീ അപ്പുറത്താണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റി വിടുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര വളരെ മോശപ്പെട്ട കാര്യമാണ് കേട്ടോ അതൊക്കെ. ഓക്കെ ഫൈൻ, കഴിഞ്ഞു. വളരെ മോശപ്പെട്ട കാര്യമാണ് അതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എവിടേക്കോ സംതിങ് എവിടേക്കോ കണക്റ്റ് ആയതുപോലെ തോന്നി. കാരണം എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, 7 ഐ തിങ്ക് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, 7 തന്നെ തോന്നുന്നു. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആനുവൽ ഡേക്ക് എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. ആനുവൽ ഡേക്ക് ഞാനൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് എൻ്റെ അപ്പൻ അങ്ങോട്ട് മരിച്ചുപോയി. എൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ പുള്ളിയുടെ ചടങ്ങിന് പോകണം. അതുകൊണ്ട് ഞാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും വരത്തില്ല. സോ ടീച്ചർ അത് ഹയർ അതോറിറ്റീസിനെ അറിയിക്കാനായിട്ട് മറന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിന് അവരുടെ വായിന്ന് ഒരുപാട് കേട്ടു. സോ പിറ്റേ വർഷം കഷ്ടകാലത്തിന് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ആ ടീച്ചർ. സോ നിറത്തിൻ്റെ പേരിൽ ഒരുപാട് പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിലുള്ള ആരും എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും, ഒരു വർഷം മുഴുവനും ഞാൻ ആ ക്ലാസ്സിൽ ഒറ്റയ്ക്കിരുന്ന പഠിച്ചത്. ആരും എന്നോട് മിണ്ടിയിട്ടില്ല, ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. ഒറ്റയ്ക്കിരുത്തിയ, അപമാനം സഹിച്ച, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്താണെന്ന് അറിഞ്ഞ്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, എന്നെ എല്ലാവരും പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ എല്ലാവരുടെ വായിരിക്കുന്നതും കേട്ടിട്ട് നിനക്ക് ഒരു തരി പോലും നിനക്ക് വിഷമാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ബ്രോ, അന്ന് കുട്ടിക്കാലത്ത് കൊച്ചു പ്രായത്തിലെ എനിക്കേറ്റ മുറിവുകളുടെ ക്ഷീണം ഞാൻ അന്ന് തന്നെ കരഞ്ഞു തീർത്തതാണ്. ഇനി കരയിക്കാനായിട്ട് ആരും വരാനും നിൽക്കേണ്ട, ഞാൻ കരയത്തില്ല. കാരണം അന്ന് കരഞ്ഞു തീർത്ത കുറേ കണ്ണീരുണ്ട്. സോ അതൊന്ന് ഇനി എത്രയൊക്കെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലോ, ആരൊക്കെ ഇനി ഇത് എടുത്തു മാറ്റാൻ നോക്കിയാലോ ഒന്നും നടക്കാൻ പോകുന്നില്ല ബ്രോ. സോ ആ ഒരു ചങ്കൂറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആരും കരയിക്കാനായിട്ട് നോക്കണ്ട. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകും. ഓക്കെ ഫൈൻ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു കേസ് പറഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് അത് നന്നായിട്ട് എനിക്ക് അത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അതങ്ങ് സ്റ്റോപ്പായി. പിന്നെ ഒരു ടാസ്കിലോട്ട് വന്നു. ടാസ്ക് വേറൊന്നുമല്ല, രണ്ട് ടീംസ് ആവുന്നു. 2 ടീം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ടീം വയ്ക്കുന്ന ബോട്ടിൽ മറ്റേ ടീം ബോൾ കൊണ്ട് എറിയാം. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാർക്ക് 10 സെക്കൻഡ് എക്സ്ട്രാ ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ആരാണ് ബോൾ എറിയുന്ന ആൾക്കാരെ ആദ്യം സെലക്ട് ചെയ്യുക. ഒരു ടീം പ്ലേ ചെയ്യുമ്പോൾ ആദ്യം അതാണല്ലോ ചെയ്യേണ്ടത്. അതായത് ആദ്യം ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് അവർ ആരാണോ ത്രോ ചെയ്യുന്നത്, ആരാണോ സേവ് ചെയ്യാൻ നിൽക്കുന്നത്, ആരാണോ കുപ്പി പറക്കാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ആദ്യമേ മുൻകൂട്ടി കണക്കാക്കി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന ടീമിന് ഉറപ്പായിട്ടും അവർക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടത്തില്ല. അങ്ങനെ ഒരാൾ ഇപ്പോൾ ഈ ബോൾ പറക്കാൻ നിൽക്കുന്നു, ഒരാൾ സേവ് ചെയ്യാൻ നിൽക്കുന്നു, 3 ആൾക്കാർ ബോൾ ത്രോ ചെയ്യാൻ നിൽക്കുന്നു.
അങ്ങനെ ആദ്യം അഖിൽ മാരാറിൻ്റെ ടീമും രഞ്ജിനി ഹരിദാസിൻ്റെ ടീമുമാണ് ആദ്യം ഏറ്റുമുട്ടിയത്. അതിൽ രഞ്ജിനി ഹരിദാസിൻ്റെ ടീം അതിസാഹസികമായി വിജയിച്ചു. അഖിൽ മാരാറിൻ്റെ ടീം അതിസാഹസികമായി തോൽക്കുകയും ചെയ്തു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് ബാൻഡ്, അതായത് ഓപ്പൺ ഹൗസിലോട്ട് പോകുന്ന ആൾക്കാർ ഇന്നലെ വരെയും ഓപ്പൺ ഹൗസിലോട്ട് പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ടീമിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെസ്റ്റ് ടീമിലെ ഏറ്റവും വേസ്റ്റ് പ്ലെയേഴ്സിനെയും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ബെസ്റ്റ് ടീമിലെ വേസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ജയിച്ചു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ജയം നമുക്കിപ്പോൾ വേണ്ട. ആൻഡ് ആ രീതിയിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിനെ ഉൾപ്പെടെ ഡയറക്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു നല്ലൊരു പ്ലേ ആയിരുന്നു. അതിൽ വൈശാഖ് ബ്രോ നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തു. പ്രൗഡ് ഓഫ് യു മൈ ബ്രോ, സൂപ്പർ. പിന്നെ അടുത്ത ടീം ചെയ്തതെന്ന് പറഞ്ഞാൽ റനീഷ ആൻഡ് റിയാസിൻ്റെ ടീമായിരുന്നു. ഐ തിങ്ക് റനീഷയുടെ ടീമാണ് ജയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ റിയാസിൻ്റെ ടീമാണോ എനിക്കറിയില്ല. എല്ലാത്തിൽ നിന്നും ഒരു 8-9 പേരെ അവർ 10 പേരെ അടുപ്പിച്ച് അവർ വിളിച്ചു. ആൻഡ് കുറച്ച് പേരെ സേവ് ചെയ്തു, കുറച്ച് പേരെ പറഞ്ഞു വിട്ടതിൽ പിന്നെ വേറൊരു കാര്യം, കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ എൽദോ ഡിസ്ക്വാളിഫൈഡ് ആയി. പിന്നെ ഷിജു അത്ര നന്നായിട്ട് കളിച്ചില്ല. പക്ഷേ ഷിജു ബ്രോ, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ എന്നെങ്കിലും നിങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. പൊന്നു ബ്രോ, നിങ്ങൾ ബിഗ് ബോസിൽ കയറണം, നിങ്ങൾ ബിഗ് ബോസിൽ വരണം എന്ന് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ആ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. ഷിജു ബ്രോ, നിങ്ങൾ ബിഗ് ബോസിൽ കയറണം. നിങ്ങൾ പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ അടയാളമാണ് നിങ്ങൾ. ഒരു പാവപ്പെട്ടവന് വേണ്ടി വരണം നിങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധീകരിച്ച്, നമ്മളെ എല്ലാ കോമണേഴ്സിനെയും പ്രതിനിധീകരിച്ച് നിങ്ങൾ വാ ഷിജു അണ്ണാ, നിങ്ങൾ വാ. സീനായിരിക്കും. നിങ്ങൾ പാവപ്പെട്ടൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇന്നാണ് കണ്ടത്. ഇപ്പം പറഞ്ഞ സമയത്ത് ഈ രോമാഞ്ചം ഉണ്ടാവാണ് പറഞ്ഞ സമയത്ത്. ഷിജു അണ്ണാ, നിങ്ങൾ കയറി വാ, നിങ്ങൾ സെറ്റാവും, നിങ്ങൾ സെറ്റാണ്. ഷിജു ബ്രോ, നിങ്ങൾ ആ ഒരു ഔട്ട് ഹൗസിലോട്ട് പോയ സമയത്ത് എൻ്റെ ചങ്ക് കടന്ന് ഈ ഇടിയായിരുന്നു കേട്ടോ. ചങ്ക് ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇടിയായിരുന്നു നിങ്ങൾ ഔട്ട് ഹൗസിൽ പോയ സമയത്ത്. എൻ്റെ പൊന്നെ, ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ ഇത്രയും ടെൻഷൻ ബിഗ് ബോസിൽ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റിയാസും റോബിനും തമ്മിലുള്ള പ്രശ്നത്തിൽ റോബിൻ ഔട്ടാവോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ മാത്രമേ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഷിജു ബ്രോ നിങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് കഴിവുണ്ട് ബ്രോ, നിനക്ക് കഴിവുണ്ട്. നീ കയറി വരും എന്നാണ് എൻ്റെ വിശ്വാസം. നീ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഐ സപ്പോർട്ട് ഷിജു, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതൊരു പറഞ്ഞു നിർത്തി. ഓക്കെ, ഗെയിം കളിച്ചു, കുറേ പേരെ പക്ഷേ ജഡ്ജസ് സേഫ് ആക്കുന്നുണ്ടോ എന്ന്. സോനയെ എന്തിനാണ് സേഫ് ആക്കിയത്? ഓക്കെ, സോന സംസാരിക്കുമ്പോഴൊക്കെ തീയുണ്ട്. ഓക്കെ, പക്ഷെ പെർഫോമൻസ് ഒന്നും ഇല്ല. 2 ദിവസം നമ്മുടെ RJ അനഘ വെളിയിലിറങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു കുറച്ച് പേരെ അവർ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് വീണ്ടും ഡേഞ്ചർ സോണിൽ വരികയും അവർ തന്നെ സേഫ് ആക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട് എന്ന് അനഘ പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റിവ്യൂവിൻ്റെ അവസാന ഭാഗത്തിലോട്ട് വരാം. അവസാനത്തെ ഭാഗത്തിൽ നമ്മുടെ എലിമിനേഷനാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ഡേഞ്ചർ സോണിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിച്ചാൽ മാത്രമേ ജഡ്ജസ് ഓക്കെ ആവത്തുള്ളൂ. കൺവിൻസ്ഡ് ആണെങ്കിൽ കൺവിൻസ്ഡിൻ്റെ ബോർഡ് കാണിക്കുന്നു, ആൻഡ് നോട്ട് കൺവിൻസ്ഡ് ആണെങ്കിൽ നോട്ട് കൺവിൻസ്ഡിൻ്റെ ബോർഡ് കാണിക്കുന്നു. ഓക്കെ, അതിൽ കൺവിൻസ് ആക്കപ്പെട്ടവരാണ് ഷിജു ആൻഡ് നമ്മുടെ സോന, പിന്നെ ഷിബിന, അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് കൺവിൻസ്ഡ് ആക്കപ്പെട്ടത്. ഐ തിങ്ക് ഷിബിന ഓപ്പൺ ഹൗസിൽ ഇല്ലായിരുന്നു. അഫിയാന ഓപ്പൺ ഹൗസിൽ ഉണ്ടായിരുന്നു തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അഫിയാനയും വൈശാഖ് സൂപ്പർ പ്ലെയർ കേട്ടോ, അഫിയാന വൈശാഖ്. പിന്നെ ഹെൽദോയും സോനയും ഓക്കെ, അവർ കൺവിൻസ്ഡ് ആയി. ഓക്കെ, പക്ഷേ ജെറ്റിയെ പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല.
വൈ ജെറ്റിയെ പറഞ്ഞു വിട്ടു. ജെറ്റി പറഞ്ഞു വിട്ടത് അതൊരു അൺഫെയർ ആയിട്ട് തോന്നി. പക്ഷെ ബാക്കി 3 പേരും വാഴകൾ തന്നെയായിരുന്നു. സോണിയും ഒരുവിധം ഒരുവിധം ഗെയിം കളിച്ചെങ്കിലും ഓക്കെ. സാബരയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആയിട്ടൊക്കെ നമുക്ക് പോവാം. ആൻഡ് ജെറ്റി എന്ന് പറയുന്ന ആള് എന്തിന്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു ഒരു റിയാക്ഷൻ കൊണ്ടായിരിക്കുമോ ജെറ്റിയെ പുറത്താക്കിയത്. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെതായുള്ള സ്പിരിറ്റ് കളിക്കുക. നമുക്ക് ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാരെ അറിയിക്കുക, നമ്മളിവിടെ ഉണ്ടെന്ന് ആൾക്കാരെ അറിയിക്കുക. ജസ്റ്റ് ഒരു ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുക, ഓടിച്ചാടുക, അല്ലെങ്കിൽ മറിഞ്ഞടിച്ച് വീഴുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതാണ് ബിഗ് ബോസിൻ്റെ ശ്രദ്ധയാണ് വേണ്ടത്. ജഡ്ജസിനെ ആകർഷിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചുമ്മാ വാഴയെ പോലെ നിന്നിട്ട് കാര്യമില്ല. ആദ്യം വന്ന് കയറിയ പൂജ. എവിടെ പൂജ ഇപ്പോൾ എവിടെയാണ്? ഒരു അറിവുമില്ല. അനാമിക ആദ്യം കുറേ തുറന്നു. എവിടെ ആ കൊച്ച്? എവിടെയാണത്? ഒരു ഐഡിയ ഇല്ല. ടാഷി എന്നിപ്പോൾ മിണ്ടുന്ന പോലും ഇല്ല. മിണ്ടുന്നേ ഇല്ല. എവിടെ പോയി? ആൻഡ് റിജോ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. റിജോ എന്ന വ്യക്തി ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കാത്തതാണോ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. റിജോ ആൻഡ് സോണി, സാബര, ജെറ്റി ആൻഡ് റിജോ ആർ എലിമിനേറ്റഡ് ഫ്രം ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അങ്ങനെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഇനി 24 പേരായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 24 പേരിൽ ഇന്ന് 4 പേരും കൂടെ പോകും. ഇന്ന് 4 പേരും കൂടെ പോയതിന് ശേഷം ഇനി ബാക്കി 20 പേര് വെച്ചായിരിക്കും ഇനിയുള്ള പ്ലേ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഈ ടാസ്കിൻ്റെ, അതായത് അഭിപ്രായം പറയാനുള്ള ടാസ്ക് കൊടുത്തില്ലേ, ഈ അഭിപ്രായം പറയാനുള്ള ടാസ്ക് ശരിക്കും അവരുടെ റിയൽ ലൈഫിനുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് അല്ലേ. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടും എങ്ങനെയാണെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുമുള്ളൊരു ടാസ്ക് ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഐ എം എ ഡാൻസർ, ഐ എം എ ടീച്ചർ. സോ ടീച്ചിങ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അധ്യാപനമായിരിക്കും എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കുട്ടികളോടുള്ള സ്നേഹമായിരിക്കും എനിക്ക് കിട്ടുന്നത്, ഡാൻസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും, സാമ്പത്തികത്തെ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഇന്നും കുറച്ച് ആൾക്കാരുടെ സംസാരം കേൾക്കാൻ കഴിയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. സോ ഐ എം വൈൻഡിങ് അപ്പ്. കുറച്ചുകൂടെ കുറേ പറയാനുണ്ട്, പക്ഷെ അത് ഓവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറായി. സോ ഒറ്റ ഇരിപ്പിനാണ് ഈ 22 മിനിറ്റോളം ഞാൻ സംസാരിച്ചത്. ആൻഡ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് സപ്പോർട്ടിങ്. അബീസ് ഫ്രഷ് വൈബ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 20. ഞാൻ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം. ഇപ്പോൾ യൂട്യൂബ് പണ്ട് തൊട്ടേ ഉണ്ട്, ബട്ട് ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ ചാനലിൽ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം. സോ ഇന്നത്തെ ദിവസം എനിക്ക് 1200 വാച്ച് ടൈം അവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. സോ പ്ലീസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് സഹതാപം തോന്നുകയാണെങ്കിൽ ആർക്കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സഹതാപം വേണ്ട, ഇതൊരു ഹെൽപ്പായിട്ട് പറഞ്ഞാൽ മതി. ആർക്കൊണ്ടൊന്ന് ഷെയർ ചെയ്തിട്ട് 5 മിനിറ്റെങ്കിലും ഒന്ന് കാണാൻ പറയണം കേട്ടോ. അപ്പോൾ ബൈ. ഇന്നത്തെ ദിവസം അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദിവസമാണ്. ഓക്കെ guys, thank you. I'm going, I'm leaving now. Bye. Appo thank you for watching.